ഇന്നത്തെ കൗൺസിൽ യോഗം നിങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയണ്ട. ഞാൻ അവിടെ കുറച്ച് പ്രതിപക്ഷം അവരോട് പലതവണ പറഞ്ഞിട്ടും വസ്തുതാപരമായ കാര്യങ്ങൾ കൂടി പോലും കേൾക്കാൻ തയ്യാറാകാതെ അവർക്കും കൂടെ കേൾക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ വാഴോട്ടുവണം വാർഡ് കൗൺസിൽ സുഗതൻ വിയ്യൂർ ജയിലിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് അദ്ദേഹത്തിന് പോലീസ് പരോളിൽ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി കൗൺസിലിൽ ഹാജരാകാനുള്ള ഒരു അനുമതി ചോദിച്ചിട്ടുണ്ട്. നിയമത്തിൽ ചോദിക്കാം, കാപ്പ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിന് ചോദിക്കാം. ഈ കൗൺസിൽ കൂടി ഹാജരായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടും എന്ന ആശങ്കയും അദ്ദേഹം അതിൽ പ്രകടിപ്പിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് കൗൺസിലിൽ ഹാജരാകാൻ വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആവശ്യം സംസ്ഥാന സർക്കാർ നിരസിച്ചു. അതേ സർക്കുലറിൽ തന്നെ അദ്ദേഹം ജയിലിലായ കിടക്കുന്ന കാലയളവിൽ കൗൺസിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കാവുന്നതാണെന്നും ആ അപേക്ഷ കൗൺസിൽ വോട്ടിനിട്ട് പാസാക്കുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കും എന്നുള്ള മറുപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് കൊടുത്തത്. 20/7/2026 ആ സർക്കുലർ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഉത്തരവിൻ്റെ വെളിച്ചത്തിലും മുനിസിപ്പൽ ആക്ട്, കേരള മുനിസിപ്പാലിറ്റി നിയമവും ചട്ടങ്ങളും, അതിൽ 91K സെക്ഷൻ 91K ആ ചട്ടത്തിന്റെ പിൻബലത്തിലുമാണ് വാഴോട്ടുവണം വാർഡ് കൗൺസിലർ സുഗതൻ സമർപ്പിച്ച അദ്ദേഹത്തിന്റെ അപേക്ഷ ഇന്നത്തെ കൗൺസിൽ യോഗം പാസാക്കി. അപേക്ഷ അവതരിപ്പിച്ചപ്പോൾ അതിൽ ഭരണപക്ഷത്തെ കൗൺസിലർമാരും പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷും സുഗതന്റെ അപേക്ഷയെ പിന്തുണച്ചു. മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ രേഖപ്പെടുത്തിയപ്പോൾ 51 പേർ സുഗതന്റെ അപേക്ഷയെ പിന്തുണച്ചു. 101 അംഗ കൗൺസിൽ 51 പേർ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭൂരിപക്ഷത്തിലാണ് ആ അപേക്ഷ അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ 6 മാസത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ കൗൺസിൽ അനുമതി നൽകിയത്. അത് നിയമപരമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കുലറുമുണ്ട്. ആ സർക്കുലർ മീഡിയ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, എല്ലാവർക്കും അതിൽ നിന്ന് ലഭിക്കും. ഈ സർക്കുലറോടെ 2 തവണ വായിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ അംഗങ്ങൾ അത് വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൗൺസിലർമാരുടെ ഗ്രൂപ്പിൽ സർക്കുലർ മുനിസിപ്പൽ ചട്ടത്തിൽ എങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. മേയറുടെ ഡിസ്ക്രിപ്ഷനാണ്. വേറെ ഏതെങ്കിലും തരത്തിൽ വോട്ടെടുപ്പ് വേണമെന്ന് ആരും ആവശ്യപ്പെട്ടില്ല. മേയറുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അപേക്ഷയെ അനുകൂലിക്കുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞു. അപ്പോഴേക്കും 50 പേർ കൈ ഉയർത്തിയായിട്ട് കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ ഉണ്ടായി. കാരണം മേയർ എന്നുള്ളതെങ്കിൽ പറഞ്ഞിട്ടുണ്ട് 101 കൗൺസിലർമാരുടെയും അവരുടെ അംഗത്വം സംരക്ഷിക്കാൻ വേണ്ടി ഈ 5 വർഷവും എല്ലാ പിന്തുണയും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അംഗത്തിൻ്റെ അംഗത്വം സംരക്ഷിക്കേണ്ടത് മേയറുടെ കൂടി ഉത്തരവാദിത്തം. മുനിസിപ്പൽ ആക്ടിൻ്റെ ബലത്തിലാണ് എല്ലാം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലർ അതിനൊരു പിൻബലമായിട്ടുണ്ട്. കാര്യം ഗവൺമെൻറ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്താൽ താങ്കളുടെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കുന്നു എന്നാണ് ലാസ്റ്റ് ലൈൻ. സുരക്ഷിതമായിരിക്കുന്നു, താങ്കൾ അയോഗ്യനാകപ്പെടുകയില്ല. അപ്പോൾ പിന്നെ സംസ്ഥാന സർക്കാർ സർക്കുലറാണ്. അദ്ദേഹത്തിനടുത്ത് മറുപടിയായിട്ട് എടുക്കാം. സർക്കുലറാണ്, അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ്. മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ ഈ കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെയോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ അദ്ദേഹത്തിന് ഹാജരാവാൻ സാധിക്കില്ല. അതിനുള്ള അനുവാദം നൽകണം. അത് അദ്ദേഹം എഴുതി വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന് കൊടുക്കുകയും വിയ്യൂർ ജയിൽ സൂപ്രണ്ട് പ്രോപ്പർ ചാനലിലൂടെ ജയിലിലെ രജിസ്റ്റർ രേഖപ്പെടുത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ തപാലിൽ അയച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ അതിനെ തപാലിൽ രേഖപ്പെടുത്തി സ്വീകരിച്ചാണ് മേയർക്ക് ഇന്ന് കൈമാറിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ലഭിച്ച വിയ്യൂർ ജയിലിൽ ലഭിച്ച കത്തും ഇവിടെ അല്ല. ഇത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിനെ പിന്തുണച്ചതാണ് ഞങ്ങൾ കണ്ടത്. അത് അദ്ദേഹം കൈ ഉയർത്തി പിന്തുണച്ചു. അദ്ദേഹത്തിന് പിന്തുണച്ചു എന്ന് കൗൺസിൽ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം കൈ ഉയർത്തി തന്നെ പിന്തുണയ്ക്കുകയായിരുന്നു. അതുകൊണ്ടാണ്. ബാക്കി എന്താണ് എന്ന് അദ്ദേഹത്തോടും ചോദിക്കും. അത് അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായം അദ്ദേഹം തന്നെയാണ് പറയുന്നത്. മേയർ എന്നുള്ള നിലയ്ക്ക് ലൈസൻസ് ഇരുന്നപ്പോഴേക്കും അദ്ദേഹം സുഗതന്റെ അപേക്ഷ പിന്തുണയ്ക്കുന്നതായിട്ട് കൈ ഉയർത്താൻ കൈ ഉയർത്തി. അത് കണ്ടിട്ടാണ് അതുകൂടെ എണ്ണിക്കൂട്ടിയത്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തോട് പണം കൊടുത്താണ് സുധീഷിനെ നിങ്ങൾ വിലക്ക് വാങ്ങിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീകുമാർ എന്ന CPM കൗൺസിൽ വരാത്തതും അതുകൊണ്ടാണോ? മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു സ്വതന്ത്രനായിട്ട് ജയിച്ച ഒരു കൗൺസിലർ അദ്ദേഹത്തെ അങ്ങനെയൊക്കെ വഴങ്ങുന്ന ആളാണെന്ന് അങ്ങനെ പറയുന്നത് ദീപകിന് എന്താ സംഭവിച്ചത്? മുമ്പൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു ദീപകിന്. ഇങ്ങനെ കുറച്ചുകൂടെ ഒരാളിനെ അദ്ദേഹം ഇങ്ങനെ വാങ്ങിക്കൊണ്ടൊക്കെ മാറുമെന്ന് അധിക്ഷേപിക്കുന്നത് ശരിയാണ്.
അല്ല അതല്ല പറയേണ്ടത്, അവരുടെ ഭാഗത്തുനിന്ന് ഒരു കൗൺസിലർ വന്നില്ല, അപേക്ഷ ഒന്നും പറഞ്ഞില്ല. അതെന്ത് പറ്റി? അല്ല അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല. നോക്കിയപ്പോൾ അവിടെ കൈ ഉയർത്തിയവരുടെ എണ്ണിയപ്പോഴേക്കും 50 പേര് കൈ ഉയർത്തിയിരിക്കുന്നു. അത് എല്ലാം വളരെ നമ്മൾ കുറേ കാലം കൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് പോയി ചെയ്യണം. പിന്നെ സ്വാഭാവികമായിട്ട് ജയിച്ചു വരുന്ന, ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഇത് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ച വിഷയത്തിന് പുറത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം ഇന്ന് വരെയെങ്കിലും ഏതെങ്കിലും ഒരു അംഗത്തിന് വരാൻ അസൗകര്യം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും മേയർ അത് പറയുമ്പോൾ ഇന്ന് വരെ ഈ കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ അംഗങ്ങൾ എഴുന്നേറ്റ് എതിർത്തിട്ടുണ്ടോ? ഞാൻ 5 വർഷം കൗൺസിലറായിരുന്നു, കഴിഞ്ഞ 6 മാസം കൊണ്ട് മേയറാണ്. എൻ്റെ അറിവിലില്ല. ഇദ്ദേഹം 20-25 കൊല്ലം കൊണ്ട് കൗൺസിലറാണ്, അദ്ദേഹം 15 കൊല്ലം കൊണ്ട് കൗൺസിലറാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും, ഞാനും രാധാകൃഷ്ണൻ ഇതിൽ ആദ്യത്തെ ടേമിൽ വരുന്നത്, ബാക്കി ഏറെക്കുറെ സജി ഗിരിയൊക്കെ ആശയം 8 കൊല്ലം കൊണ്ട് വന്നു. ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ജയിച്ചു വന്ന ഒരാളിന് വ്യക്തിപരമായ അസൗകര്യം കൊണ്ട് വരില്ല എന്ന് പറയുമ്പോൾ അല്ല, അയാൾ വരാതിരുന്നാൽ എന്താ അതിന് അനുവദിക്കാൻ ഒക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ കീഴ്വഴക്കത്തിന് LDF തുടക്കം കുറിച്ച് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു അംഗം സുഖമില്ലടക്കി വേറെ എന്തെങ്കിലും ആവശ്യം കൊണ്ട് പറയുമ്പോഴേക്കും അപ്പുറത്ത് 50 പേര് എഴുന്നേറ്റ് നിന്നിട്ട് അനുവദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ സ്വാഭാവികമായിട്ട് കാണണ്ട. അല്ല, വളരെ സ്വാഭാവികമായി മേയർ പറയുന്നു, അതുകൊണ്ട് അല്ല, ചോദിച്ചാ. അങ്ങ് സ്വാഭാവികമായിട്ട് കാണണ്ട. ഞാൻ മേയറല്ല, സംസ്ഥാന സർക്കാരിന്റെ സർക്കുലറും കൂടെ ഉണ്ടല്ലോ. അല്ല, ഇത് സ്വാഭാവികമായി കമ്പയർ ചെയ്യുമ്പോഴേ നമ്മള് ഞാൻ പറയുന്ന അങ്ങ് അങ്ങനെ കമ്പയർ ചെയ്തോളൂ. അങ്ങയുടെ പെർസ്പെക്റ്റീവിൽ ഇന്റർപ്രറ്റ് ചെയ്തോളൂ. ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മുനിസിപ്പൽ ആക്ടിനെയാണ്. 91K സെക്ഷൻ 91K മുനിസിപ്പൽ ആക്ട്, ഇതാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അദ്ദേഹം ഒന്ന് വായിക്കാതെ ഉണ്ട് ഇവിടെ 91K, അതെന്താ പറഞ്ഞത് 91K എന്ന് ഞാൻ പറഞ്ഞു. ബുക്ക് 2 കൊടുത്തിട്ടുണ്ട്, എല്ലാ കൗൺസിലർമാരും കൂടി. ഓക്കെ, അയാൾ അറസ്റ്റ് ചെയ്തില്ല. അല്ല, സർക്കുലർ വന്നതാണ്, സംസ്ഥാന സർക്കാരിന്റെ സർക്കുലറാണ്. അത് നേരത്തെ അറിയാത്തതിൽ നിങ്ങൾക്ക് ഒരു വിഷമമുണ്ട്, എനിക്കറിയാം. അത് മനസ്സിലാക്കുന്നു. അല്ല, എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ സർക്കുലർ ആക്ട് അനുസരിച്ചാണ് കോർപ്പറേഷൻ പ്രവർത്തിച്ചിരിക്കുന്നത്. സെക്രട്ടറി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്.